ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏറെ പേടിയായിരുന്നു ഫ്രാൻസിസിന് കുഷ്ഠരോഗികളെ. എന്നാൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഒരിക്കൽ തനിക്ക് എതിരെ വന്ന കുഷ്ഠരോഗിയെ ഓടിച്ചെന്ന് അവൻ്റെ പഴുത്തു നിറഞ്ഞ ചുണ്ടുകൾ ആഞ്ഞു ചുംബിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസിനെ നാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. യേശുവിനെ മറ്റുള്ളവരിൽ കണ്ടുമുട്ടുന്ന നിമിഷത്തിൽ മാത്രമാണ് നാം രക്ഷയുടെ പാതയിലേക്ക് നടന്ന് തുടങ്ങുന്നത്. ഒരു സന്യാസ ഭവനത്തിൽ വളരെയധികം ഒരു വഴക്ക് നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു. അവിടുത്തെ സുപ്പീരിയറിന് ഒരു പിടിയുമില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. സുപ്പീരിയർ തൻ്റെ ഗുരുവിനെ അന്വേഷിച്ചു പോകുകയാണ്. ഗുരു അവനെ ഉപദേശിച്ചു, നീ നിൻ്റെ സന്യാസികളോട് ചെന്ന് പറയുക, നമ്മുടെ ഇടയിൽ ഒരുവൻ ക്രിസ്തുവാണെന്ന്. അവൻ ചെന്ന് അതുപോലെ തന്നെ തൻ്റെ അനുയായികളായ സന്യാസിമാരോട് പറഞ്ഞു, നമ്മിൽ ഒരുവൻ ക്രിസ്തുവാണെന്ന്. അന്നു മുതൽ എല്ലാവരും പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും ജീവിക്കാനായിട്ട് തുടങ്ങി. വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നു. ഇവനാണോ എൻ്റെ മുന്നിൽ വരുന്ന ഇവനാണോ ക്രിസ്തുവെന്ന് എല്ലാവരും മനസ്സിൽ കരുതാൻ തുടങ്ങി. അങ്ങനെ ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പെരുമാറ്റം നിറഞ്ഞു നിന്ന ഒരു അന്തരീക്ഷം അവിടെ സംജാതമായി. അങ്ങനെ ആ സന്യാസ ഭവനത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയാണ്. നാം യേശുവിനെ മറ്റുള്ളവരിൽ കണ്ടുമുട്ടുന്ന നിമിഷത്തിൽ മാത്രമാണ് നാം രക്ഷയുടെ പാതയിലേക്ക് നടന്ന് തുടങ്ങുന്നത്. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. നാം ഒരാളെ സഹായിക്കുമ്പോൾ, ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ, ഒരു തടവുകാരനെ സന്ദർശിക്കുമ്പോൾ, അവരെ ശുശ്രൂഷിക്കുമ്പോഴെല്ലാം നാം യേശുവിന് തന്നെയാണ് നാം ചെയ്തു കൊടുക്കുന്നതെന്ന് കർത്താവ് നമ്മോടൊന്ന് അരുളി ചെയ്യുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ വളരെ ഞെട്ടിക്കുന്നൊരു സന്ദേശമെന്ന് പറയുന്നത് ഏതൊരു കഠിനമായിട്ടുള്ള പാപത്തെ പോലെ തന്നെയും തീവ്രമായിട്ടുള്ള ഒന്നാണ് ഉപേക്ഷ മൂലം ഉണ്ടാകുന്ന പാപമെന്ന് പറയുന്നത്. നാം ഉപേക്ഷ മൂലം നാം ഒരാൾ വളരെയധികം കഷ്ടത്തിലാണ്, എൻ്റെ ഒരു സഹോദരൻ, എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരാൾ, എൻ്റെ ഒരു അയൽക്കാരൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അറിയുകയും അത് മനഃപൂർവ്വമായിട്ട് നാം അതിനെ അവഗണിക്കുകയും ചെയ്താൽ, ബോധപൂർവം അവഗണിക്കുകയും ചെയ്താൽ അത് വളരെ വലിയൊരു ദൈവത്തിന് മുമ്പിൽ വലിയൊരു തിന്മയായിട്ട് അത് മാറുന്നു. അത് ഏതൊരു കഠിന പാപം പോലെയും അത് തീവ്രമാണെന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് നരകാഗ്നിയിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം തീവ്രമായിട്ടുള്ള ഒരു പാപമാണ് ഉപേക്ഷ മൂലമുള്ള പാപമെന്ന് തിരിച്ചറിയുക. അതിനാൽ ഓർക്കുക, വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ പറയുന്നുണ്ട്, നാം ജീവിത സായാഹ്നത്തിൽ നമ്മളെല്ലാവരും വിധിക്കപ്പെടുവാൻ പോകുന്നത് നാം എങ്ങനെ സ്നേഹിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോരുത്തരിലും ക്രിസ്തുവിനെ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.